ആലപ്പുഴയിലേക്ക് VS ഒരു മടക്കയാത്ര നടക്കുമ്പോൾ ഓർമ്മകൾ ഒരുപാടാണ് കേരളത്തിന്. ഏറ്റവും ചെറിയ ഒരു കുട്ടിയായി സ്വാതന്ത്ര്യ സമരകാലത്ത്, അതിനൊപ്പം തന്നെ സാമൂഹ്യനീതികളുടെ കാലത്ത് VS സ്വന്തം ജീവിതം മറ്റുള്ളവന് വേണ്ടി കൂടി വിനിയോഗിക്കാൻ, മറ്റുള്ളവന് വേണ്ടി കൂടി ചിലവഴിക്കാൻ തയ്യാറായി. ആ ഉറച്ച പ്രഖ്യാപനവുമായി നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് ഒക്കെ വലിയ സംഭാവനകൾ നൽകാൻ ഇറങ്ങിത്തിരിക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് VSനെ കണ്ടും കേട്ടും വളർന്നും, VS പറഞ്ഞ കാര്യങ്ങൾ അതേപടി ശീലിച്ചും, VS പറഞ്ഞ വഴിയിൽ മാത്രം നടന്നും ഒരു പാർട്ടി, ഒരു വലിയ പ്രസ്ഥാനത്തെ, ഒരു വലിയ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോയ നൂറുകണക്കിന് മനുഷ്യർ ഒരിക്കൽ കൂടി VSനെ കാണാൻ കാത്തിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പമുണ്ട്. അനന്തൻ, അമ്പലപ്പുഴയിലേക്ക് എത്തുകയാണ് വിലാപയാത്ര. ആലപ്പുഴയുടെ മണ്ണിലേക്ക് കടന്നപ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റെവിടെയുമില്ലാത്തതുപോലെയുള്ള വലിയ ജനസഞ്ചയം തന്നെയാണ്. ഒരു മണ്ണ്, ആ മണ്ണിന്റെ മകനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കാണുകയാണ്. അമ്പലപ്പുഴയിലേക്ക് VS പ്രവേശിക്കുമ്പോൾ VSനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുടെ വലിയ സഞ്ചയങ്ങൾ തന്നെയാണ് അവിടെ തയ്യാറായി നിൽക്കുന്നത്. എത്ര മണിക്കൂറുകൾ, ഇന്ന് രാവിലെയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ്. ഉത്തര കേരളത്തിന്റെ എല്ലാ വഴികളും ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടനെഞ്ചിലേക്കു തന്നെയാണ് VS വീണ്ടും എത്തുന്നത്. മധു, തോട്ടപ്പള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ വിലാപയാത്ര. നമുക്കറിയാം CPM ഇപ്പോൾ പല സ്ഥലത്തെയും പോയിന്റുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് വിലാപയാത്ര വേഗത്തിൽ ആക്കാൻ വേണ്ടി. പക്ഷേ അതുകൊണ്ടും കാര്യമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ തോട്ടപ്പള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം ജനങ്ങളാണ്. അവർ കണ്ടിട്ട് മാത്രമേ VSനെ വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഈ വിലാപയാത്ര കടത്തിവിടുകയുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ജനങ്ങൾ. അതുകൊണ്ട് അവരുടെ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഈ വിലാപയാത്രയ്ക്ക് കടന്നു പോകാൻ കഴിയില്ല. VSനും അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകില്ല. കാരണം VSനെ സ്നേഹിക്കുന്ന VSൻ്റെ സ്വന്തം നാട്ടുകാരാണ്. അപ്പോൾ അവരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അവരെ അത് വേഗത്തിലാക്കി പോകാൻ കഴിയില്ല. അതുകൊണ്ട് പുറക്കാടൊക്കെ വലിയ ജനമാണ് നിൽക്കുന്നത്. പുറക്കാട് കടപ്പുറത്ത് ഒരുപാട് ആൾക്കാർ. പുറക്കാടത്ത് നമുക്ക് മനസ്സിലാകുന്നത് പുറക്കാട് നേരത്തെ നിശ്ചയിച്ചിരുന്ന പോയിന്റ് മാറ്റി എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഇപ്പോഴും അവിടേക്ക് കടന്നു വരികയാണ്. ആ റോഡിൻ്റെ ഇരുവശവും അവർ കാത്തു നിൽക്കുകയാണ്. നമ്മളോട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് തോട്ടപ്പള്ളിയിൽ എവിടെ എത്തി VSൻ്റെ വിലാപയാത്രയെന്ന്. അപ്പോൾ അവർക്ക് എത്രത്തോളം സമയം വേണമെങ്കിലും അവർ കാത്തു നിൽക്കാൻ തയ്യാറായിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. അമ്പലപ്പുഴയിലെ കാഴ്ച പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈ അമ്പലപ്പുഴയിലെ ആൾക്കാർ, ഈ അമ്പലപ്പുഴയിൽ ഒത്തുകൂടിയിരിക്കുന്ന ആൾക്കാരെ കടന്ന് ആ വിലാപയാത്ര പുന്നപ്പറയിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ 10:30 ആയിരിക്കുന്ന സമയം. 10:30 പുന്നപ്പറയിലെ വീട്ടിൽ, വേലിക്കകത്ത് വീട്ടിലെത്തിക്കാം എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതൊന്നും ഇനി ഫലവത്താകില്ല. അതിൽ അത്രയുമേറെ ജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ജനങ്ങളെ കാണിക്കാതെ, VSനെ ഒരു നോക്ക് കാണാനെത്തിയിരിക്കുന്ന VSൻ്റെ സ്വന്തം നാട്ടുകാരെ, VSൻ്റെ സ്വന്തം സഖാക്കളെ കാണിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ വലിയ ജനം എത്തി നിൽക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ വലിയൊരു ജനസഞ്ചയമാണ് അമ്പലപ്പുഴയിലും കാത്തു നിൽക്കുന്നത്. ഏതായാലും വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതൊരു അന്ത്യയാത്രയാണ്. ഒരിക്കലും ഈ വഴിത്താരയിലൂടെ ഇനി VS തിരിച്ചു വരില്ലെന്ന് ഈ കാത്തു നിൽക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അവരുടെ മനസ്സിൽ വിഷാദം അലയടിക്കുന്നുണ്ട്. അവരോട് പ്രതികരണങ്ങൾ ആരായുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. കാരണം പ്രിയ സഖാവിനെ ഓർത്തുകൊണ്ടൊരു വാക്ക് ഉരിയാടണമെങ്കിൽ അത് കണ്ണീരിൽ കുതിർന്നല്ലാതെ അവർക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അവർ VSന് ഒരു നൂറ്റാണ്ട് പിന്നിട്ട ജന്മമാണ്. ആ നൂറ്റാണ്ട് പിന്നിട്ട ജന്മം ഇനിയും നീളണമേ, ആയുസ് നീട്ടിക്കൊടുക്കണമേ എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഈ ആലപ്പുഴയിലുള്ളവർ. അവർ എത്രത്തോളം അഭിമാനിച്ചിരുന്നു ഞങ്ങൾ VSൻ്റെ നാട്ടുകാരാണ് എന്ന് പറയാൻ. ആ അഭിമാനിച്ചിരുന്ന, VSനെ ചൊല്ലി അഭിമാനിച്ചിരുന്ന ആ ജനമാണ് ഇപ്പോൾ VSന് ഉപചാരം അർപ്പിക്കാൻ, അന്ത്യയാത്രാമൊഴി നൽകാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിലാപയാത്ര ആലപ്പുഴയിൽ പുന്നപ്പറയിലെത്താൻ ഇനിയും വൈകും എന്നുള്ള കാര്യം ഉറപ്പാണ്. തോട്ടപ്പള്ളി പിന്നിട്ടിട്ടേ ഉള്ളൂ. പുറക്കാട് നിർത്തില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അവിടെ നിൽക്കുന്ന ജനങ്ങളെ കടന്നുകൊണ്ട് അവർക്ക് മുഴുവൻ കാണാനുള്ള സൗകര്യം ഒരുക്കാതെ ആ വിലാപയാത്രയ്ക്ക് കടന്നു വരാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അമ്പലപ്പുഴ ടൗണിലുള്ള ജനക്കൂട്ടമാണ്. അവരുടെ പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളാണ് അവിടെ നിറയെ. ഈ അമ്പലപ്പുഴ ടൗണിൻ്റെ തുടക്കം മുതൽ ഇരുവശങ്ങളിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്. കാരണം സമയം 10:30 പിന്നിടുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ
പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുകയാണ്. ഇന്നലെ രാത്രിയോടെയെങ്കിലും എത്തുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ രാത്രിയിലൊക്കെ ഇവിടെ നിന്നവർ അവരൊന്നും അക്ഷമരായിരുന്നില്ല. എപ്പോൾ വന്നാലും എത്ര മണിക്കൂറുകൾ പിന്നിട്ടാലും പ്രിയ സഖാവിനെ കാണാതെ പോകില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചവരാണ് അവരെല്ലാം. രാത്രി വന്നവരുണ്ട്, പകൽ വന്നവരുണ്ട്. മാധ്യമങ്ങൾ മൈക്ക് നീട്ടുമ്പോൾ എങ്ങനെയാണ് സഖാവിനെ ഓർത്തെടുക്കുന്നത്? നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്താണ് VS-നെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മുഖത്തൊട്ടിച്ചു വെച്ച ഒരു ചിരിയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ തുടങ്ങുന്നത് ഞങ്ങളുടെ സഖാവാണ് എന്ന്. ഒരൊറ്റ വരി അവസാനിക്കുന്ന സമയത്ത് തൊണ്ടയിടറുന്നതും കണ്ണ് നിറയുന്നതും നമുക്ക് കാണാൻ കഴിയും. VS എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് വ്യക്തമാക്കി പറയാൻ മറ്റൊന്നും അവർക്ക് വേണ്ടതില്ല. മിണ്ടാൻ കഴിയാതെ, പറയാൻ കഴിയാതെ, ഒരൊറ്റ വാക്കുപോലും ഇല്ലാതെ നിൽക്കുന്ന മനുഷ്യരുടെ നെഞ്ചിലുണ്ട് VS എന്നതിന് മറ്റ് സാക്ഷ്യങ്ങൾ ഏതും ആവശ്യവുമില്ല.